ഓക്കെ, നമുക്കപ്പോൾ ഫിഫ്ത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അഞ്ചാമത്തെ മോഡ്യൂള്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 മോഡ്യൂൾസ് ശരിക്കും മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു IC ചിപ്പിനെ പറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. മൈക്രോ പ്രോസസ്സർ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക്കലി നോക്കി. ജനറലി നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്താണെന്ന് നോക്കി. അതിനുശേഷം ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് മൈക്രോ പ്രോസസ്സർ, ദാറ്റ് ഇസ് 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഫസ്റ്റ് മോഡ്യൂളിൽ മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറും സിഗ്നൽസും പിൻ ഡയഗ്രമും ടൈമിംഗ് ഡയഗ്രംസും അതെല്ലാം നോക്കി. അതിനുശേഷം സെക്കൻഡ് മോഡ്യൂളിൽ പ്രോഗ്രാമിംഗ് പാർട്ട് ഓഫ് 8086 മൈക്രോ പ്രോസസ്സർ നോക്കിയാൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം, വൈഡ് റേഞ്ച് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്, അതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സും നോക്കി, അസംബ്ലർ ഡയറക്റ്റീവ്സും നോക്കി. ഓക്കെ, അപ്പം ഇതെല്ലാം നമുക്ക് 8086നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി തേർഡും ഫോർത്ത് മോഡ്യൂളും പെരിഫറൽ ഡിവൈസസ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി, തേർഡ് മോഡ്യൂളിനകത്ത് നമ്മൾ 8086ൻ്റെ ഇൻട്രപ്റ്റ് പഠിച്ചിരുന്നു അല്ലേ. 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് എപ്പോഴാണ് വരുന്നത്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ് 8086 മൈക്രോ പ്രോസസ്സറിനുള്ളത്, സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ ആ ഇൻട്രപ്റ്റ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ മൈക്രോ പ്രോസസ്സറിനെ സഹായിക്കാൻ ആവശ്യമായ ഒരു ഇൻട്രപ്റ്റ് കൺട്രോളറിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. 8259 പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ. അതുപോലെ മറ്റ് പെരിഫറൽ ഡിവൈസസും പഠിച്ചു ഫോർത്ത് മോഡ്യൂളിൽ. ഇനി നമുക്ക് ഫിഫ്ത്തും സിക്സ്ത്തും മോഡ്യൂളിലും ശരിക്കും പഠിക്കാനുള്ളത് മൈക്രോ കൺട്രോളേഴ്സിൻ്റെ കാര്യങ്ങളാണ്. മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം 8051 എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ആർക്കിടെക്ചറും മെമ്മറിയും പ്രോഗ്രാമിംഗ് സൈഡായ അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇതെല്ലാം നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഒരു പെരിഫറൽ ഡിവൈസും കൂടി, ദാറ്റ് മീൻസ് ഫോർത്ത് മോഡ്യൂളിൽ തീർക്കാൻ പറ്റാതായി പോയ ഒരു പെരിഫറൽ ഡിവൈസ് നമ്മൾ സിക്സ്ത് മോഡ്യൂളിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇത്രയും നാളും പഠിച്ച മൈക്രോ പ്രോസസ്സറിൻ്റെ കാര്യം ഒന്നും കൂടി നമുക്കൊന്ന് എടുത്ത് പറയാം. എന്താണ് മൈക്രോ പ്രോസസ്സർ? ആക്ച്വലി ദിസ് മൈക്രോ പ്രോസസ്സർ ഇറ്റ്സെൽഫ് ഇസ് എ CPU ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ മൈക്രോ പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന IC ചിപ്പിന് എന്തില്ല? സ്വന്തമായിട്ട് റാമോ റോമോ, ദാറ്റ് മീൻസ് സ്വന്തമായിട്ട് വലിയ മെമ്മറി കപ്പാസിറ്റി ഒന്നുമില്ല, IO പ്രൊഫിഷ്യൻസി ഇല്ല, ഒന്നും ആ പറയുന്ന IC ചിപ്പിനകത്ത് തന്നെ അവൈലബിൾ ആയിരുന്നില്ല. എന്തെങ്കിലും വേണമെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് എക്സ്റ്റേണലി. ദാറ്റ് മീൻസ് മെമ്മറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, റോമോ റാം പ്രൊവിഷനോ വേണമെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് എക്സ്റ്റേണലി. IO കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ടു യു ഹാവ് ടു പ്രൊവൈഡ് എക്സ്റ്റേണലി. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? 8086 മോട്ടോറോളയുടെ തന്നെ പല വേർഷൻസ് ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ പഠിച്ചപ്പോൾ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് മൈക്രോ പ്രോസസ്സർ നമ്മൾ പഠിച്ചു അല്ലേ. നമുക്ക് 4-bit മൈക്രോ പ്രോസസ്സർ, 8-bit, 16-bit, 32-bit, പെൻഡിയം പ്രോസസ്സേഴ്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് പ്രോസസ്സേഴ്സ് ആർ ആക്ച്വലി അവൈലബിൾ വിച്ച് ആർ മാനുഫാക്ചേർഡ് ബൈ ഡിഫറെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, അപ്പം ഇതാണ് ജസ്റ്റ് ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും CPU നമുക്ക് മൈക്രോ പ്രോസസ്സറിൻ്റെ രൂപത്തിലുണ്ട്. അതിന് വെളിയിലായിട്ടാണ്, ഓക്കെ, പുറമേ ആയിട്ടാണ് എന്ത്, റാമും റോമും എന്ന് പറയുന്ന മെമ്മറി പ്രൊവിഷൻസും IO പോർട്ടും ടൈമേഴ്സും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ മറ്റ് യൂണിറ്റുകളും എല്ലാം ഉള്ളത്. അല്ലാതെ IC ചിപ്പ് ഓഫ് മൈക്രോ പ്രോസസ്സറിനകത്തല്ല ഇതൊന്നും ഉള്ളത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് എന്താ? മൈക്രോ കൺട്രോളറാണ്. മൈക്രോ കൺട്രോളർ ശരിക്കും എന്താണ്? ഒരു സ്മോളർ കമ്പ്യൂട്ടറാണ്, ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിനെ വിളിക്കാം. ഓക്കെ, ആൻഡ് ഓൾവേസ് ദിസ് മൈക്രോ കൺട്രോളർ ഇസ് ഡിസൈൻഡ് ടു ഡു എ സ്പെസിഫിക് ടാസ്ക്. മനസ്സിലാക്കുക, ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്ന മൈക്രോ പ്രോസസ്സറിനെ നമുക്കങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാവുന്ന മൈക്രോ പ്രോസസ്സർ എന്നില്ല. ഒരു മൈക്രോ പ്രോസസ്സർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്ത് പ്രോഗ്രാം എഴുതി കൊടുക്കുന്നോ അതിനനുസരിച്ച് അവർ ഡിഫറെൻറ്റ് ടാസ്കുകൾ പെർഫോം ചെയ്യും. ദാറ്റ് മീൻസ് സെയിം മൈക്രോ പ്രോസസ്സർ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു പെർഫോം any task. Okay, the only thing is that you have to write the corresponding program. Okay, in order to execute that particular task, what program is required, ആ പ്രോഗ്രാം എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ സെയിം മൈക്രോ പ്രോസസ്സറിനെ കൊണ്ട് ഏത് ജോലികളും നമുക്ക് ചെയ്യിപ്പിക്കാം. But the difference in terms of microcontroller is that if you are going to design a microcontroller, first of all itself you have to decide for what specific purpose you are going to design that microcontroller. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആ മൈക്രോ കൺട്രോളറിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു മൈക്രോ കൺട്രോളറിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമേ ആ മൈക്രോ കൺട്രോളറിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇഫ് യു വോണ്ട് ടു ഡു എനി അതർ ടാസ്ക് യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ഡിസൈൻ അനദർ മൈക്രോ കൺട്രോളർ. വേറൊരു മൈക്രോ കൺട്രോളർ നിങ്ങൾ ഡിസൈൻ ചെയ്താലേ മതിയാവുള്ളൂ. ഓക്കെ, ഇനി
ഇറ്റ് ഇസ് എ സിംഗിൾ സിസ്റ്റം. മൈക്രോ പ്രോസസ്സറിനെ വെച്ച് നോക്കുമ്പോൾ പലതും പലയിടത്തായിട്ട് കിടക്കുകയല്ല, പലതിനെയും പലയിടത്തായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് മൈക്രോ പ്രോസസ്സറിലുണ്ടായിരുന്നു. അതേസമയം മൈക്രോ കൺട്രോളറിൽ അങ്ങനെയല്ല. ഇതുപോലെ ഒരു സിംഗിൾ IC ചിപ്പിനകത്ത് തന്നെ പ്രോസസ്സറിന് പുറമെ അത്യാവശ്യം മെമ്മറിയും IO പ്രൊഫിഷ്യൻസിയും ടൈമേഴ്സും കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ യൂണിറ്റുകളും എല്ലാം തന്നെ ഉണ്ടാകും. ദാറ്റ് മീൻസ് എ സിംഗിൾ IC ചിപ്പ് ഇറ്റ്സെൽഫ് വിൽ ബി holding all the units that is quite necessary for a communication to happen. That means ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവിങ്ങിന് അത്യാവശ്യം വേണ്ട യൂണിറ്റുകളെല്ലാം ഈ പറയുന്ന IC ചിപ്പിനകത്ത് തന്നെ ഉണ്ടാവും, ഒരു സിംഗിൾ IC ചിപ്പിനകത്ത് തന്നെ ഉണ്ടാവും. എക്സാമ്പിൾസ് ഡെഫിനറ്റ്ലി ഒരുപാടുണ്ട്. 8051 ഉണ്ട്. 8051 തന്നെ പല വേർഷൻസ് ഉണ്ട്. മോട്ടോറോള എന്ന് പറയുന്ന കമ്പനി ഇറക്കുന്ന പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സ് ഇറക്കുന്ന, ദാറ്റ് മീൻസ് അറൗണ്ട് 20 മാനുഫാക്ചറേഴ്സ് in the whole world designs different microcontrollers എന്നാ പറയുന്നത്. അറൗണ്ട് 20 മാനുഫാക്ചറേഴ്സ്, 20ഓളം മാനുഫാക്ചറേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് വേൾഡ് വൈഡിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് എ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം വിച്ച് എക്സ്പ്ലെയിൻസ് ദ ബേസിക് യൂണിറ്റ്സ് വാട്ട് എവർ ഇസ് പ്രസൻറ്റ് ഇൻ എ സിംഗിൾ മൈക്രോ കൺട്രോളർ IC ചിപ്പ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിനാണെങ്കിൽ എല്ലാം സ്വന്തമായിട്ടില്ല, പലതും പല ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പെരിഫറലി എക്സ്റ്റേണലി കണക്ട് ചെയ്താൽ മാത്രമേ മൈക്രോ പ്രോസസ്സറിന് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോസസ്സിംഗ് പോലും ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് യൂണിറ്റ്സ് ഹാസ് ടു ബി കണക്റ്റഡ് എക്സ്റ്റേണലി. ദെൻ ഓൺലി ദി പ്രോസസ്സർ വിൽ ബി ഏബിൾ ടു പെർഫോം എനി കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഓർ കോംപ്ലിക്കേറ്റഡ് ഓർ സിമ്പിൾ ടാസ്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. ടാസ്ക് ഏത് ചെയ്യണമെങ്കിലും എക്സ്റ്റേണലി ഈ പറയുന്ന യൂണിറ്റുകളെല്ലാം ഇൻ്റർഫേസ് ചെയ്ത് കൊടുത്താലേ മതിയാവുള്ളൂ. മൈക്രോ കൺട്രോളർ അങ്ങനെയല്ല, അത്യാവശ്യം ഒരു പ്രോസസ്സിങ് ചെയ്യാൻ ആവശ്യമായ എല്ലാ യൂണിറ്റുകളും ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിയിൽ കൂടുതൽ ആവശ്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ മതിയാകും. ഓക്കെ, ഇനി മെമ്മറിയൊക്കെ തോനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്റ്റേണലി ഇൻ്റർഫേസ് ചെയ്താൽ മതി. Okay, so what is happening? That means what is actually involved in the working procedure of a microcontroller. എങ്ങനെയാണ് ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഒരു മൈക്രോ കൺട്രോളറിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തീരുമാനിക്കുക എന്തിനു വേണ്ടിയാണ് ഈ മൈക്രോ കൺട്രോളറിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾ എഴുതി കൊടുത്തിട്ട് വേണം മൈക്രോ കൺട്രോളറിനെ ഡിസൈൻ ചെയ്യാൻ. ദാറ്റ് മീൻസ് ആക്ച്വലി ദ മൈക്രോ കൺട്രോളർ ഫോർ വാട്ട് പർപ്പസ് യുവർ മൈക്രോ കൺട്രോളർ ഇസ് ഗോയിങ് ടു വർക്ക്. ഓക്കെ, എന്ത് ആപ്ലിക്കേഷൻ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മൈക്രോ കൺട്രോളറിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം ഇതിൻ്റെ ഡിസൈൻ ഫേസിൽ തന്നെ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദ ഡിസൈൻ ഫേസ് ഓഫ് ദിസ് മൈക്രോ കൺട്രോളർ ഇറ്റ്സെൽഫ് വി ആർ ഗോയിങ് ടു റൈറ്റ് ദ പ്രോഗ്രാം ബേസ്ഡ് ഓൺ വിച്ച് ദിസ് ഡിവൈസ് ഇസ് ഗോയിങ് ടു വർക്ക്. മനസ്സിലായോ? അതാ പ്രോഗ്രാമിംഗ് ദ മൈക്രോ കൺട്രോളർ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു. ദാറ്റ് മീൻസ് ഫോർ വാട്ട് പർപ്പസ് യു ആർ ഗോയിങ് ടു യൂസ് ദിസ് മൈക്രോ കൺട്രോളർ, അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എവിടെ എഴുതി കൊടുക്കുന്നുണ്ടോ ഈ പറയുന്ന മൈക്രോ കൺട്രോളറിൻ്റെ റോമിനകത്ത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന മെമ്മറി പാർട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ആദ്യമേ നമ്മൾ പ്രോഗ്രാം എഴുതുക. ദാറ്റ് മീൻസ് മൈക്രോ കൺട്രോളർ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള പ്രോഗ്രാം നിങ്ങൾ എഴുതുക. അതിന് ശേഷം നിങ്ങളിതിൻ്റെ ICയിലോട്ട് ബേൺ ചെയ്ത് കൊടുക്കുക. ബേൺ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് അതർ ദാൻ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് പ്രോഗ്രാം ഇൻ ടു ദ റോം. ദാറ്റ് മീൻസ് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, നോൺ ഇറേസബിൾ ഫോമിൽ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ ഓൺലി വി ആർ ഗോയിങ് ടു കണക്ട് ഇറ്റ് ടു ദ എക്സ്റ്റേണൽ വർക്ക്. ദെൻ ഓൺലി വിൽ ബി പ്രൊവൈഡിങ് ഇറ്റ് ടു ദ കറസ്പോണ്ടിങ് കസ്റ്റമേഴ്സ്. എന്നിട്ട് മാത്രമേ ഈ പറയുന്ന സംഭവങ്ങൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഹൂവർ ഇസ് ഇൻ നീഡ് ഓഫ് ദിസ് മൈക്രോ കൺട്രോളർ. എന്തെങ്കിലും ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആവശ്യക്കാർ, ശരിക്കുമുള്ള ആവശ്യക്കാർ ആരാണോ അവർക്കിത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം അത്രയും മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് സിംപ്ലി ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇൻ ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ടെലിവിഷനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന കാര്യമാണ്. ടെലിവിഷന് ദാറ്റ് മീൻസ് നമ്മൾ TV-യിൽ ശരിക്കും ഇൻറ്റേർണലി ഒരു മൈക്രോ കൺട്രോളർ ഇൻബിൽട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ TV-യുടെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിമോട്ട് കൺട്രോൾ, അല്ലേ? റിമോട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ടെലിവിഷനെ കൺട്രോൾ ചെയ്യുന്നത്. ടെലിവിഷനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഫറെൻറ്റ് തിങ്സ് യു ഹാവ് ടു കൺട്രോൾ വിത്ത് റെസ്പെക്ട് ടു ടെലിവിഷൻ, അല്ലേ? നമുക്ക് ചാനലുകൾ മാറ്റേണ്ടി വരും, വോളിയൂംസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, പല ടൈപ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് വേറെ രീതിയിൽ നോക്കേണ്ടി വരും. നമുക്ക് ഈ സാറ്റലൈറ്റ് വഴി ഉള്ള ട്രാൻസ്മിഷൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പല രീതികളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ തന്നെ പ്രൊഫൈൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഏത് കണക്ഷനാണ് എടുത്തിരിക്കുന്നത്, എന്നാണ് നിങ്ങൾ അവസാനം റീചാർജ് ചെയ്തത്, എക്സ്പയർ, എല്ലാം ഞാൻ പറഞ്ഞു വന്നത്. ഈവൻ ദ ടെലിവിഷൻ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെലിവിഷൻസൊക്കെ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദ സെയിം ടെലിവിഷൻ ഫോർ മൾട്ടിപ്പിൾ ആക്സസ്, അല്ലേ? TV ആയിട്ട് തന്നെ അല്ല, അത് ചാനലുകൾ ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് വേറെ പല ആവശ്യങ്ങൾക്കും, ദാറ്റ് മീൻസ് ഒരു വീഡിയോ ഗെയിം പ്ലേ ചെയ്യാനോ, ദാറ്റ് മീൻസ് വീഡിയോ ഗെയിം
മൾട്ടിപ്പിൾ യൂസേഴ്സിൻ്റെ സഹായത്തോടു കൂടി പ്ലേ ചെയ്യാനായാലും, അതുപോലെ തന്നെ DVD പ്ലെയറിൻ്റെ സഹായത്തോടു കൂടി പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ആക്സസ് ചെയ്യാനായാലും പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ സെയിം ടെലിവിഷൻ യൂസ് ചെയ്യാം. ദ തിങ് ഇസ് ദാറ്റ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിമോട്ട് കൺട്രോളാണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ റിമോട്ട് കൺട്രോൾ എന്താ ചെയ്യുന്നത്, ദ സിഗ്നൽസ് വാട്ട് എവർ ഇസ് കമ്മിങ് ഫ്രം ദ റിമോട്ട് കൺട്രോൾ അല്ലേ, നമ്മൾ പ്രസ് ചെയ്യുന്ന ഓരോ ബട്ടൺ, റിമോട്ട് കൺട്രോളിലെ ഓരോ ബട്ടണും പ്രസ് ചെയ്യുന്നതനുസരിച്ച് സിഗ്നൽസ് പാസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇൻവിസിബിൾ signals is getting transmitted from the remote control and it is hacked by, അല്ലെങ്കിൽ it is captured by the microcontroller whatever is present in the ടെലിവിഷൻ. മനസ്സിലാക്കുക, നമ്മുടെ റിമോട്ട് കൺട്രോളിൽ നിന്ന് പോകുന്ന ഇൻവിസിബിൾ സിഗ്നൽസ്, നമ്മൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും പോകുന്ന ഇൻവിസിബിൾ സിഗ്നൽസ് ഇറ്റ് ഇസ് ക്യാപ്ചേർഡ് ബൈ ദ മൈക്രോ കൺട്രോളർ വിച്ച് ഇസ് പ്രസൻറ്റ് വിത്തിൻ ദ ടെലിവിഷൻ. ടെലിവിഷനകത്ത് വരുന്ന മൈക്രോ കൺട്രോളർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ക്യാപ്ചർ ചെയ്തതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ സ്പോട്ടിലും ചെയ്ത് പോകുന്നത്. ഇഫ് യു ആർ ഇൻക്രീസിങ് ദ വോളിയൂം ഓഫ് യുവർ ചാനൽ വാട്ട് എവർ ഇറ്റ് ഇസ്, ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അപ്പം തന്നെ അങ്ങ് ഇൻക്രീസ് ആയി പോകുന്നുണ്ട്. അപ്പം വാട്ട് എവർ ആക്ഷൻ വി ആർ ഗോയിങ് ടു ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിമോട്ട് കൺട്രോൾ അതെല്ലാം സിഗ്നൽസിൻ്റെ രൂപത്തിൽ ഇവർ ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട്, മൈക്രോ കൺട്രോളേഴ്സ് ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ട ആക്ഷൻസ് ഓൺ ദ സ്പോട്ട് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആക്ച്വലി ദിസ് ഇസ് ഹൗ ദ മൈക്രോ കൺട്രോളേഴ്സ് ആർ വർക്കിംഗ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ വെറൈറ്റി ഓഫ് ഡിഫറൻസസ്. ഓക്കെ, വെറൈറ്റി ഓഫ് ഡിഫറൻസസ്. ദ ബേസിക് ഡിഫറൻസസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് സ്ലൈഡ് ഇറ്റ് സെൽഫ്. ആദ്യത്തെ ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്, മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു IC ചിപ്പാണ് വിച്ച് ഇസ് ഹാവിങ് ഓൺലി ദ പ്രോസസ്സിങ് കപ്പാസിറ്റി അല്ലേ. ഈ IC ചിപ്പിനകത്ത് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കപ്പാസിറ്റിക്ക് ആവശ്യമായ യൂണിറ്റുകൾ മാത്രമാണ് ഉള്ളത്, അല്ലാതെ സ്റ്റോറേജിന് വേണ്ടിയോ ഒട്ടും സ്റ്റോറേജില്ല നമുക്ക് പറയാൻ പറ്റില്ല. രജിസ്റ്റേഴ്സ് നമുക്കുണ്ട്, AX, CX, DX എന്ന് പറയുന്ന പോലത്തെ രജിസ്റ്റേഴ്സ് നമുക്കുണ്ട്. ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് 8086. 8086ൻ്റെ കേസിലാണെങ്കിൽ AX, BX, CX, DX ഉണ്ട്. മറ്റേതെങ്കിലും മൈക്രോ പ്രോസസ്സർ ആയിരുന്നെങ്കിൽ AX, BX തന്നെ വേണം എന്നില്ല, വേറെ ഏതെങ്കിലും ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് രജിസ്റ്റേഴ്സ് ക്യാൻ ബി യൂസ് ഇൻ ഓർഡർ ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അല്ല. ഈ രജിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി വെറും ചെറിയ ചെറിയ ഡേറ്റകൾ 8 ബിറ്റ് ഡേറ്റ അല്ലെങ്കിൽ 16 ബിറ്റ് ഡേറ്റ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ ഇത്തരത്തിലുള്ള 16 ബിറ്റ് രജിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. യു നീഡ് മെമ്മറി ഇറ്റ് സെൽഫ് അല്ലേ. മെമ്മറി എന്ന് പറയുന്ന ലാർജ് സ്റ്റോറേജ് ഏരിയ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും ഇൻ ഓർഡർ ടു സ്റ്റോർ ദ പ്രോഗ്രാം ആസ് വെൽ ആസ് അതർ ഇൻഫർമേഷൻ ഓർ അതർ ഡേറ്റ. Okay, the thing is that in the case of microprocessor you will have to definitely depend upon some other units which has to be connected externally so as to enable the microprocessor do its processing task. ഓക്കെ, അല്ലാതെ ഇൻറ്റേർണലി തന്നെ ഇതിന് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് എവറിത്തിങ് ഇസ് ദെയർ or everything is equipped within a single IC chip itself. Okay, whatever is required is equipped within the single IC chip itself. Okay, if you want additional memory or if you want additional facilities you will have to connect, that's all. Okay, അതാണ് all in one facility നമ്മൾ പറയുന്നത്. പിന്നെ നമ്മുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മൈക്രോ പ്രോസസ്സർ ഇസ് നോട്ട് ഡിസൈൻ ഫോർ എ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മൈക്രോ പ്രോസസ്സറിനെ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരു മൈക്രോ പ്രോസസ്സറിനെ ഡിസൈൻ ചെയ്യാം, റാൻഡംലി ഒരു ഡിഫോൾട്ടായിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ആ ഒരു മൈക്രോ പ്രോസസ്സറിന് പല ആവശ്യങ്ങൾക്കനുസരിച്ച് പല ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പം അതിനനുസരിച്ചിട്ട് ഇവർ എന്ത് ചെയ്തോളും, വർക്ക് ചെയ്തോളും. ഓക്കെ, ദാറ്റ് മീൻസ് സെയിം മൈക്രോ പ്രോസസ്സർ ക്യാൻ ബി യൂസ് ഇൻ ഓർഡർ ടു വർക്ക് ഫോർ ഡിഫറെൻറ്റ് ടാസ്ക്. ഓക്കെ, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ അങ്ങനെയല്ല. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ മൈക്രോ കൺട്രോളർ എന്ത് ആവശ്യത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നു അതിൻ്റെ പ്രോഗ്രാം അതിനകത്ത് റോമിൻ്റെ സംഭവത്തിലോട്ട് ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ റോമിലോട്ട് നമ്മൾ ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓൺലി ദിസ് കറസ്പോണ്ടിങ് മൈക്രോ കൺട്രോളർ വിൽ ഡെഫിനറ്റ്ലി വർക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. മൈക്രോ പ്രോസസ്സർ ഇസ് മച്ച് കോസ്റ്റ്ലി ദാൻ മൈക്രോ കൺട്രോളേഴ്സ്. എന്തുകൊണ്ട്? മൈക്രോ പ്രോസസ്സർ ഒരു സിംഗിൾ മൈക്രോ പ്രോസസ്സർ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെയിം മൈക്രോ പ്രോസസ്സറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പല ജോലികൾ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവാണ്. അതേസമയം മൈക്രോ കൺട്രോളേഴ്സ് അങ്ങനെയല്ല. ഒരു മൈക്രോ കൺട്രോളർ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, മറ്റ് ആവശ്യങ്ങൾക്ക് മറ്റ് മൈക്രോ കൺട്രോളേഴ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ദ കോസ്റ്റ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്. ഓക്കെ, ഇനി നമ്മുടെ മൈക്രോ പ്രോസസ്സറിൻ്റെയും മൈക്രോ കൺട്രോളേഴ്സിൻ്റെ സ്പീഡ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളേഴ്സ് ടിപ്പിക്കലി സ്ലോ ആസ് കമ്പയർഡ് ടു മൈക്രോ പ്രോസസ്സർ. മൈക്രോ കൺട്രോളേഴ്സ് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, മൈക്രോ പ്രോസസ്സർ അത്ര ഫാസ്റ്റ് അല്ല, ദേ ആർ ആക്ച്വലി സ്ലോ
അതിൻ്റെ റേഞ്ചും തന്നിട്ടുണ്ട് 20 മെഗാ ഹെഡ്സ്. ഓക്കെ, അത്രയും സ്പീഡ് കുറവാണ് ആസ് കമ്പയർ ടു മൈക്രോ പ്രോസസ്സർ. ഇനി മൈക്രോ കൺട്രോളേഴ്സിൻ്റെ പവർ ഡിസിപ്പേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പവർ ഡിസിപ്പേഷനും പവർ കൺസപ്ഷനും അറിയാമല്ലോ. ഓക്കെ, പവർ ഡിസിപ്പേഷനാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ലെസ് പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ലെസ് പവർ ഡിസിപ്പേഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മൈക്രോ കൺട്രോളേഴ്സ്. അടുത്തത് മൈക്രോ പ്രോസസ്സറിൻ്റെയും മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ബിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ദേ ആർ ഏബിൾ ടു ആക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ നമുക്ക് പറയാനില്ല. മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ നമ്മളിപ്പം പറയുന്നു 8086 16 ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ആ പ്രോസസ്സറിന് എത്ര ബിറ്റ്സ് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടാണ് അത് ഇത്ര ബിറ്റ് പ്രോസസ്സർ നമുക്ക് പറയാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി മൈക്രോ കൺട്രോളേഴ്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത്ര ബിറ്റ് മൈക്രോ കൺട്രോളറാണെന്ന് പറയാൻ പറ്റും. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോസസ്സേഴ്സ് കപ്പാസിറ്റി വിച്ച് ഇസ് ഇൻബിൽറ്റ് വിത്തിൻ ഇറ്റ്. മൈക്രോ കൺട്രോളറിനകത്ത് ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ആ മൈക്രോ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി ആയിരിക്കും മൈക്രോ കൺട്രോളറിൻ്റെ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്ത് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഇറ്റ് വിൽ ബി 8 ബിറ്റ് 16 ബിറ്റ് ഓർ 32 ബിറ്റ് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ് പറയുന്നത്. ഇനി മെമ്മറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൈക്രോ പ്രോസസ്സറിന് സ്വന്തമായിട്ട് മെമ്മറി ഒന്നുമില്ല. 8086 മൈക്രോ പ്രോസസ്സറാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചതെങ്കിൽ ആ മൈക്രോ പ്രോസസ്സറിന് എത്ര മെമ്മറി ആക്സസ് ചെയ്യാം? ഫിസിക്കൽ മെമ്മറിയെ 1 MB ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാം. അതെന്തുകൊണ്ടാണ് 1 MB വന്നതെന്നുള്ളതും നമുക്ക് സ്പെസിഫിക്കലി അറിയാം. ഇനി അതേസമയം മൈക്രോ കൺട്രോളേഴ്സ് ആണെങ്കിൽ അങ്ങനെയല്ല. വിത്തിൻ ദ മൈക്രോ കൺട്രോളർ IC ചിപ്പ് ഇറ്റ്സെൽഫ് ദർ ഇസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മെമ്മറി സ്റ്റോറേജ്. ഓക്കെ, അപ്പം ആ മെമ്മറി സ്റ്റോറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ഈസിലി ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി ക്വൈറ്റ് ഇനഫ്. ഓക്കെ, അത്രയും ആ ഒരു ആപ്ലിക്കേഷൻ സെർവ് ചെയ്യാനുള്ള മെമ്മറി ധാരാളം മതിയാവും മൈക്രോ കൺട്രോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇത്രയും ഓൾ ഇൻ വൺ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എല്ലാം ഒറ്റ IC ചിപ്പിനകത്ത് തന്നെ ഉണ്ട് മൈക്രോ കൺട്രോളേഴ്സിൽ. ഓക്കെ, അപ്പം ദീസ് ആർ ദ വേരിയസ് ഡിഫറൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു കമ്പയർ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. ആൻഡ് ദിസ് ഇസ് എ ടാബ്ലർ ഫോർമാറ്റ് based on which the comparison of microprocessor and microcontroller is carried out. You can simply refer it. ഇതും നോക്കി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഫിഗേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മൈക്രോ പ്രോസസ്സറിൽ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന CPU ആണ്. ഓറഞ്ച് കളേഴ്സിൽ കൊടുത്തിരിക്കുന്നതെല്ലാം എന്താണ്, ഔട്ട്സൈഡിൽ കാണുന്ന യൂണിറ്റുകളെയാണ് ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ബ്ലൂയ്ക്ക് അകത്ത് കാണുന്നത് വെറും പ്രോസസ്സർ മാത്രം. മൈക്രോ പ്രോസസ്സറിനകത്ത് വെറും പ്രോസസ്സിംഗ് ആയിട്ടുള്ള CPU മാത്രമാണ് ഉള്ളത്. ഓറഞ്ച് എല്ലാം വെളിയിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന IC ചിപ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂണിറ്റ്സ് ആണ്. അതേസമയം മൈക്രോ കൺട്രോളേഴ്സിൽ നോക്കിയേ, എല്ലാം കണ്ടോ, നിങ്ങൾ ഈ വെളിയിൽ കണക്ട് ചെയ്തിരുന്ന പല യൂണിറ്റുകളും മൈക്രോ കൺട്രോളേഴ്സിൻ്റെ IC ചിപ്പിനകത്ത് തന്നെയുണ്ട്. അഡീഷണൽ മെമ്മറിയോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം യു വിൽ ഹാവ് ടു എക്സ്റ്റേണലി ഇൻ്റർഫേസ് ഇറ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എംബഡഡ് സിസ്റ്റമാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എംബഡഡ് സിസ്റ്റം. ഓക്കെ, ദാറ്റ് മീൻസ് എംബഡഡ് സിസ്റ്റംസിലാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോ കൺട്രോളേഴ്സ് എംബഡ് ചെയ്ത് വെക്കുന്നത്. എംബഡഡ് സിസ്റ്റംസിലാണ് മൈക്രോ കൺട്രോളേഴ്സ് എംബഡ് ചെയ്ത് വെക്കുന്നത്. അതായത് എംബഡഡ് സിസ്റ്റംസിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എംബഡഡ് സിസ്റ്റം, എയർ കണ്ടീഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എംബഡഡ് സിസ്റ്റം, ടെലിവിഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എംബഡഡ് സിസ്റ്റം. ദാറ്റ് മീൻസ് മൈക്രോ കൺട്രോളേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഇൻബിൽഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത്. ആസ് സച്ച് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിന് ഒരു ഉപയോഗവും ഇല്ല. വെറുതെ ഒരു 8051 മൈക്രോ കൺട്രോളർ എടുത്താൽ നമുക്കൊരു ഉപയോഗവും ഇല്ല. ഇറ്റ് ഹാസ് ടു ബി എംബഡഡ് സംവെയർ, ഇറ്റ് ഹാസ് ടു ബി ഇൻബിൽഡ് ടു സം devices, then only we can find its relevance. മനസ്സിലാവുന്നുണ്ട്. ടെലിവിഷനകത്ത് ഒരു മൈക്രോ കൺട്രോളർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമുണ്ട്. വെറുതെ ആ മൈക്രോ കൺട്രോളർ കയ്യിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല. നമ്മുടെ എയർ കണ്ടീഷണറിനകത്തും നമ്മളൊരു മൈക്രോ കൺട്രോളർ വെച്ചാൽ ദർ ഇസ് ഡെഫിനറ്റ്ലി സം യൂസ്ഫുൾ കൺസെപ്റ്റ്. ഓക്കെ, അതർ ദാൻ ദാറ്റ് നമ്മൾ വെളിയിൽ അത് എടുത്തു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ മാത്രം നമ്മുടെ കയ്യിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ യൂസ് ഫോർ ദാറ്റ്. അപ്പോൾ അതാണ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ്. ഈവൻ വെഹിക്കിൾസ് ഓൾസോ മൈക്രോ കൺട്രോളേഴ്സ് ആർ ഇൻബിൽറ്റഡ്. ഓക്കെ, അപ്പം അതാണ് ഈ പറഞ്ഞു വരുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ കൺസെപ്റ്റ് ഓഫ് എംബഡഡ് സിസ്റ്റം. ഓക്കെ, എംബഡഡ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. ഓക്കെ, കാർ ഇഗ്നിഷൻ കൺട്രോൾ എല്ലാം എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് എംബഡഡ് സിസ്റ്റമാണ് ഇപ്പോൾ കീബോർഡ്, പ്രിൻ്റർ, MP3 പ്ലെയർ, മൊബൈൽ ഫോൺസ്, ഇതെല്ലാം എംബഡഡ് സിസ്റ്റംസ് ആണ്. മൈക്രോ കൺട്രോളേഴ്സ് വിത്തിൻ ദ ഡിവൈസസ് എംബഡഡ്. ഓക്കെ, അതുപോലെ തന്നെ സ്വിച്ചസ്, ഓട്ടോമൊബൈൽ കൺട്രോൾ, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, അതാണ് ഞാൻ ഈ പറഞ്ഞ ഫ്രിഡ്ജ്, എയർ കണ്ടീഷൻ, വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ, ഇതെല്ലാം ഡൊമസ്റ്റിക് അപ്ലയൻസസിലെല്ലാം എന്തുണ്ട്, നമ്മുടെ ഈ പറയുന്ന സംഭവം ഇൻബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, സോ യു ഹാവ് ടു ഫൈൻഡ് വൺ തിങ് ദാറ്റ് these microcontrollers are an IC chip
our IC chip itself, similarly looking in the same way as it is shown in the image. ഇതുപോലൊരു IC ചിപ്പ് തന്നെയാണ് which was invented. ഈ പറയുന്ന കൺസെപ്റ്റ് മൈക്രോ കൺട്രോളേഴ്സ് നേരത്തെ ഇറങ്ങിയെങ്കിലും എംബഡഡ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് വന്നത് 1980s ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20ഓളം മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഹൂ ഇൻഡിപെൻഡൻ്റ്ലി ഡിസൈൻസ് ദ കൺസെപ്റ്റ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് വേൾഡ് വൈഡ്. 20ഓളം മാനുഫാക്ചറേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ വളരെ കുറച്ച് മാനുഫാക്ചറേഴ്സിൻ്റെ കാര്യമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിന് പിന്നെ ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. AVR, പിക്ക്, ഹിറ്റാച്ചി, മോട്ടോറോള എന്നൊക്കെ പറയുന്ന വളരെ ചുരുങ്ങിയ ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുള്ളൂ. എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നുള്ളൂ. അതർ ടൈപ്സ് ഓഫ് അതർ മാനുഫാക്ചറേഴ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് വി നീഡ് നോട്ട് ഫോക്കസ് ഓൺ. സിംപ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ അറൗണ്ട് 20 manufacturers who independently designs microcontrollers worldwide. Okay, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാനുണ്ട്. What are the criteria which is required in order to choose a microcontroller? നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നിങ്ങളൊരു മൈക്രോ കൺട്രോളറിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടി മൈക്രോ കൺട്രോളറിനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ ഡിസൈൻ ചെയ്ത മൈക്രോ കൺട്രോളറിൻ്റെ റോമിലോട്ട് ഈ പ്രോഗ്രാം ബേൺ ചെയ്ത് കൊടുക്കുക, റൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ പറയുന്ന മൈക്രോ കൺട്രോളറിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആവശ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മൈക്രോ കൺട്രോളറിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആപ്ലിക്കേഷൻ എന്നുള്ള ടാസ്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വാട്ട് ആർ ദ 3 things you have to completely focus on, or otherwise you have to check, or otherwise you have to ensure before you go for the choosing of a microcontroller. നിങ്ങൾ ആ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഈ ക്രൈറ്റീരിയാസ് ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ എലിജിബിലിറ്റി ഫാക്ടേഴ്സ് എല്ലാം ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ഈ മൈക്രോ കൺട്രോളറെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, സോ വാട്ട് ആർ ദ 3 factors? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. The first one is we have to meet the computing needs of the task effectively and also കോസ്റ്റ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, എഫിഷ്യൻ്റ്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്ലി. അതായത് നിങ്ങളിപ്പോൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ മൈക്രോ കൺട്രോളറിനെ യൂസ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആവശ്യകതകളെല്ലാം ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? മനസ്സിലായോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, കമ്പ്യൂട്ടിംഗ് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതും എഫിഷ്യൻ്റ്ലി ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ്ലിയും ആയിരിക്കണം. ദാറ്റ് മീൻസ് വളരെ വലിയ പൈസ ചിലവാക്കി നമുക്ക് ഈ പറയുന്ന സംഭവങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ നമുക്ക് അധികം എക്സ്പെൻസ് വരാത്ത രീതിയിൽ അഫോർഡബിൾ ആയിട്ട് തന്നെ നമുക്കിതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഈ മൈക്രോ കൺട്രോളേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ദാറ്റ് മീൻസ് എന്തൊക്കെ കമ്പ്യൂട്ടിംഗ് നീഡ്സാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സ്പീഡ്, ഓക്കെ, നമുക്ക് അത്യാവശ്യം വേണ്ട സ്പീഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ. ദ എമൗണ്ട് ഓഫ് റോം ആൻഡ് റാം, ദാറ്റ് മീൻസ് മെമ്മറി കപ്പാസിറ്റി വാട്ട് എവർ ഇസ് ഇൻബിൽഡ് വിത്തിൻ ദിസ് മൈക്രോ കൺട്രോളർ ഇസ് ക്വൈറ്റ് ഇനഫ് ഫോർ അവർ ആപ്ലിക്കേഷൻ. നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായ മെമ്മറി ഇതിനകത്തുണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് IO പോർട്സ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ IO പോർട്ടിൻ്റെ ഫെസിലിറ്റി നമ്മൾ നോക്കണം. ടൈമേഴ്സ്, സൈസ്, പാക്കേജിങ്, ഓക്കെ, അതുപോലെ പവർ കൺസപ്ഷൻ. ദാറ്റ് മീൻസ് ഇത് നമ്മുടെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൈക്രോ കൺട്രോളറിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടോ, മനസ്സിലായോ? അതുപോലെ തന്നെ ഈസി ടു അപ്ഗ്രേഡ് ആണോ, കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്. ഈസി ടു അപ്ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ പറയുന്ന മൈക്രോ കൺട്രോളർ തന്നെ നമുക്കിപ്പം ടെക്നോളജീസ് അഡ്വാൻസ് ആവുന്ന സമയത്ത് ചിലപ്പം കുറച്ചുകൂടെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഒരിക്കലും പറയരുത് നിങ്ങൾ ഈ ഒരു ടെക്നോളജി ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളിത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീസ് വന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ യൂസ്. ബിക്കോസ് ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന കാര്യമാണ് ടൈം കോഴ്സ് വർഷങ്ങൾ കഴിയുന്ന അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഫെസിലിറ്റീസും ഫീച്ചേഴ്സും എല്ലാം എൻഹാൻസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഫ്ലെക്സിബിളി, കൺവീനിയൻ്റ്ലി, കമ്പാറ്റബിളി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആവണം. ഓക്കെ, അപ്പം കമ്പ്യൂട്ടിംഗ് നീഡ്സിനകത്താണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കമ്പ്യൂട്ടിംഗ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് കമ്പ്യൂട്ടിംഗ് നീഡ്സ്, ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്തുവാ, നമുക്ക് അവൈലബിലിറ്റി ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസ്. ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു ഡിസൈൻ ദിസ് മൈക്രോ കൺട്രോളർ, അതർവൈസ് ഇൻ ഓർഡർ ടു ആക്സസ് സച്ച് കൈൻഡ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, അല്ല അതിൻ്റെ ആവശ്യങ്ങൾ വേണ്ടി വരും. കമ്പൈലേഴ്സ്, അസംബ്ലേഴ്സ്, ഡീബഗേഴ്സ്,
വർക്കേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ്, അതുപോലെയുള്ള മറ്റ് ടെക്നിക്കൽ സപ്പോർട്ട്സ് എല്ലാം നമുക്ക് വേണ്ടി വരും. അതെല്ലാം കമ്പാറ്റബിൾ ആവുന്നുണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ സെലക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ മൈക്രോ കൺട്രോളേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസ് എല്ലാം കമ്പാറ്റബിൾ ആകുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സെലക്ടിങ് സച്ച് എ മൈക്രോ കൺട്രോളർ അല്ലേ? അപ്പം അതെല്ലാം കമ്പാറ്റബിൾ ആവുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. മൂന്നാമത്തേത് എന്താ? വൈഡ് അവൈലബിലിറ്റി ആൻഡ് റിലയബിൾ സോഴ്സസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. വൈഡ് അവൈലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറയുന്ന മൈക്രോ കൺട്രോളേഴ്സ് റെഡ്ലി അവൈലബിൾ ആണോ? അപ്പം നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും മൈക്രോ കൺട്രോളർ ഉണ്ട്, ഓക്കെ, ഇത് നമുക്ക് ആവശ്യത്തിന് മേടിക്കാം. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ മൈക്രോ കൺട്രോളേഴ്സ് അത്ര ഫേമസ് അല്ല, അത്ര പോപ്പുലർ അല്ല, അത്ര റെഡ്ലി അവൈലബിൾ അല്ല. ഓക്കെ, ഇതങ്ങനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് കിട്ടും, കുഴപ്പമില്ല. പക്ഷേ നാളെ ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ എന്തെങ്കിലും പ്രോബ്ലംസോ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസോഴ്സുകൾ, ദാറ്റ് മീൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല യൂണിറ്റുകൾ, റിസോഴ്സുകൾ അല്ലേ, അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് മാത്രമേ റെഡ്ലി അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോൺ, തീർച്ചയായിട്ടും സാംസങ് റെഡ്ലി അവൈലബിൾ ആണ്, ആ ഫോൺ റെഡ്ലി അവൈലബിൾ ആണ്. എവിടെ പോയി നോക്കിയാൽ ഏത് കടയിലും സാംസങ് ഇല്ലാത്ത ഫോണില്ലാത്ത കടകളുണ്ടാവില്ല. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ആക്സസറീസ് എല്ലാം നമുക്ക് റെഡ്ലി അവൈലബിൾ ആയിരിക്കുമല്ലോ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്സസറീസ് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. അതേസമയം ഒട്ടും പോപ്പുലാരിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫോൺ, ഓക്കെ, അത് ഏത് ഫോണാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൺ, അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളത് ചിലപ്പം ആരുടെ കയ്യിലും ഇല്ലാത്ത ഫോണാണല്ലോ, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് റിമാർക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ പർച്ചേസ് ചെയ്തെന്ന് വരും. പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ദർ വോണ്ട് ബി എനിവൺ ടു ഹെൽപ്പ് യു. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ആക്സസറീസ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ പോപ്പുലാരിറ്റി ഇല്ലാത്ത സാധനമായതുകൊണ്ട് തന്നെ. അപ്പോൾ പറഞ്ഞു വരുന്നത് റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ, ദാറ്റ് മീൻസ് മൈക്രോ കൺട്രോളേഴ്സ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ അതിന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദർ വിൽ ബി സമ്മൺ ഫോർ ഹെൽപ്പിംഗ് യു. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. ഇനിയിപ്പം അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ശ്രദ്ധിക്കുക, ഇത് മൂന്നുമാണ് മെയിൻലി വരുന്നത്. മറ്റ് ഫാക്ടേഴ്സ് എല്ലാം യു ക്യാൻ സിംപ്ലി റെഫർ ടു. ഓക്കെ, ഇതും അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. വാട്ട് ആർ ദ വേരിയസ് അതർ ഫാക്ടേഴ്സ്, ഓക്കെ, എല്ലാം ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കോസ്റ്റിൻ്റെ കാര്യം, മേജർ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം ഉണ്ടോ, അതുപോലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്, പിന്നെ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രത്തോളം എളുപ്പത്തിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ ടീം എക്സ്പെർട്ടൈസ്. എന്താ ഉദ്ദേശിക്കുന്നത് ഡിസൈൻ ടീം എക്സ്പെർട്ടൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലൊരു ഡിസൈൻ, നല്ല വലിയൊരു ടീമുണ്ട്, ഡിസൈൻ ടീം. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ല. ഓക്കെ, ഡെവലപ്മെൻ്റ് ആയാലും ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും ഇതെല്ലാം നമുക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മൈക്രോ കൺട്രോളേഴ്സ് പർച്ചേസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പം ഒരു HP-യുടെ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ അപ്രോച്ച് ചെയ്യണം, ഇതിൻ്റെ കസ്റ്റമർ കെയർ എവിടെയൊക്കെ ഉണ്ട്, ഓക്കെ, ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് സെൻറ്റേഴ്സ് എവിടെയുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനോ അവരുടെ അസിസ്റ്റൻസ് ചോദിക്കാനോ എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള റീജിയൻസിലുണ്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലത്താണ് താമസിക്കുന്നതെങ്കിൽ കൊല്ലം പ്രദേശത്തിൽ എവിടെയെങ്കിലും ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടോ, അതോ ഞാൻ ഇനി വളരെ ദൂരം എറണാകുളത്ത് വളരെ ദൂരം എവിടെയെങ്കിലും പോവേണ്ടി വരും. ഇതെല്ലാം നമ്മൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു സാധനം വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തെ ആ ഒരു ഇതിന് മാത്രം വാങ്ങിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതെല്ലാം നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അത് നോക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് പേജിൽ കിടക്കുന്ന സംഭവങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. Okay, so that's all about the basic concepts of what is lying behind microcontrollers. ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, നമുക്ക് ഒന്ന് രണ്ട് ടോപ്പിക് കൂടെ ഉണ്ട്, ദാറ്റ് മീൻസ് സൈഡ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ പഠിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.